ധൂർത്തിന്റെയും കെടുകാര്യസ്ഥതയുടെയും മറ്റൊരു ഉദാഹരണത്തിലേക്ക് നമ്മൾ പോകുന്നു. കോഴിക്കോട് മാവൂർ റോഡിലെ KSRTC ബസ് ടെർമിനൽ കോംപ്ലക്സിലേക്ക് കോടിക്കണക്കിന് രൂപ ചെലവിട്ട് നിർമ്മിച്ച ടെർമിനലിന് ബലക്ഷയമുണ്ട് എന്ന് മദ്രാസ് IIT കണ്ടെത്തിയിരുന്നു. ടെർമിനലിന്റെ പാട്ടക്കരാർ എടുത്ത അലിഫ് ബിൽഡേഴ്സ് കോടിക്കണക്കിന് രൂപ ലാഭമുണ്ടാക്കി എന്നാണ് ആരോപണം. അഴിമതിയുടെ അറിയാക്കഥകൾ ഈ കെട്ടിടത്തിന് പിന്നിലുണ്ട്. റിപ്പോർട്ടിലേക്ക്. കോഴിക്കോട് നഗരത്തിന്റെ ഹൃദയഭാഗത്താണ് എനിക്ക് പുറകിൽ കാണുന്ന KSRTC ബസ് ടെർമിനൽ കോംപ്ലക്സ് സ്ഥിതി ചെയ്യുന്നത്. 75 കോടി രൂപ ചെലവിട്ട് നിർമ്മിച്ച 13 നില കെട്ടിടം. ഇതിങ്ങനെ നോക്കുകുത്തിയായി നിൽക്കാൻ തുടങ്ങിയിട്ട് വർഷം പലതു കഴിഞ്ഞു. കെട്ടിടത്തിന്റെ പുറകിലുള്ള അഴിമതിയുടെ കഥകൾ തേടിയാണ് നമ്മുടെ യാത്ര. $19.73 കോടി രൂപ എസ്റ്റിമേറ്റിലാണ് കോഴിക്കോട് KSRTC ബസ് ടെർമിനൽ നിർമ്മാണം ആരംഭിച്ചത്. പിന്നീട് 54 കോടി രൂപയിലെത്തുകയും ഒടുവിൽ 74.79 കോടി രൂപയിൽ പണി പൂർത്തിയാവുകയും ചെയ്തു. സർക്കാർ സ്ഥാപനമായ KTDFC ആണ് KSRTCയുടെ ഭൂമിയിൽ ടെർമിനൽ നിർമ്മിച്ചത്. വർഷങ്ങൾ നീണ്ട നിർമ്മാണ പ്രവർത്തനങ്ങൾക്കൊടുവിൽ 2015 ടെർമിനലിന്റെ ഉദ്ഘാടനം കഴിഞ്ഞു. ബസ് സ്റ്റാൻഡ് തുറന്നെങ്കിലും അനുമതികൾ ലഭിക്കാഞ്ഞതോടെ കെട്ടിട സമുച്ചയം അടഞ്ഞുകിടന്നു. മാക് അസോസിയേറ്റ്സ് എന്ന സ്ഥാപനത്തിന് ലഭിച്ച പാട്ടക്കരാർ ഹൈക്കോടതി റദ്ദാക്കിയതോടെയാണ് അലിഫ് ബിൽഡേഴ്സിന്റെ രംഗപ്രവേശം. 17 കോടി രൂപ സ്ഥിരം നിക്ഷേപത്തിൽ 43 ലക്ഷം രൂപ പ്രതിമാസ വാടകയ്ക്ക് 30 വർഷത്തേക്ക് അലിഫ് ബിൽഡേഴ്സ് ടെർമിനലിന്റെ കരാർ സ്വന്തമാക്കി. ഇതിനു പിന്നിൽ നിഗൂഢതയുണ്ടെന്നാണ് ഉയരുന്ന ആരോപണം. 250 രൂപ വരെ വാടക കിട്ടുന്ന ആ സ്ഥലം അത് അഡ്വാൻസ് എന്താക്കി, മുമ്പുണ്ടായിരുന്ന 50 കോടി 17 ലക്ഷമായി ചുരുക്കി, 17 കോടിയാക്കി. ആ 17 കോടി അടച്ചിട്ട് ഈ വാടക കൊടുക്കേണ്ട ആൾ 1.5 വർഷം കഴിഞ്ഞാൽ വാടക വിടണം. വാടക കൊടുക്കാതെ അവിടുന്ന് വാടക പിരിച്ചുകൊണ്ടിരിക്കുക. ഇപ്പം തന്നെ 12 കോടിയോളം വാടക അവർ പിടിച്ചു എന്ന് കോടതിയിൽ കൊടുത്തായിരുന്നു. നിയമസഭയിലൊക്കെ കംപ്ലീറ്റ് വന്ന കാര്യമാണ്. അതിനിടയിലാണ് ടെർമിനലിന്റെ ബലക്ഷയം സംബന്ധിച്ച മദ്രാസ് IITയുടെ പഠന റിപ്പോർട്ട് പുറത്തു വരുന്നത്. 90% തൂണുകളും 80% സ്ലാബുകളും ബലപ്പെടുത്തണമെന്നായിരുന്നു നിർദ്ദേശം. IIT സ്ട്രക്ചറൽ വിഭാഗം മേധാവി പ്രൊഫസർ അളഗപ്പ സുന്ദരമൂർത്തിയുടെ നേതൃത്വത്തിലാണ് റിപ്പോർട്ട് തയ്യാറാക്കിയത്. 90% തൂണുകളും 80% സ്ലാബുകളും ബലപ്പെടുത്തണമെന്നാണ് നിർദ്ദേശം. ആവശ്യത്തിന് കമ്പികൾ ഉപയോഗിച്ചിട്ടില്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നു. കെട്ടിടം ബലപ്പെടുത്താൻ ഇനിയും 30 കോടി രൂപയ്ക്കടുത്ത് ചിലവ് വരുമെന്നും റിപ്പോർട്ടിലുണ്ട്. അതിനിടെ വിജിലൻസ് അന്വേഷണവും പുരോഗമിക്കുകയാണ്. ആർക്കിടെക്റ്റിനുൾപ്പെടെ ഗുരുതര വീഴ്ചയുണ്ടെന്നാണ് വിജിലൻസിന്റെ പ്രാഥമിക വിലയിരുത്തൽ. അനുമതി പോലും തേടാതെയാണ് ടെർമിനലിന്റെ പണി ആരംഭിച്ചതെന്ന ഗുരുതര കണ്ടെത്തലും വിജിലൻസ് റിപ്പോർട്ടിലുണ്ട്. IIT റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടി വാടക നൽകാതിരിക്കുകയാണ് അലിഫ് ബിൽഡേഴ്സ്. ഇത് കാരണം സർക്കാരിന് പ്രതിമാസം നഷ്ടമാകുന്നത് ലക്ഷക്കണക്കിന് രൂപ. കെട്ടിടത്തിന്റെ അറ്റകുറ്റപ്പണികൾ തീർത്ത് ഉപയോഗക്ഷമമാക്കേണ്ടത് കരാറെടുത്ത കമ്പനിയുടെ ഉത്തരവാദിത്തമെന്ന് KTDFCയും വാദിക്കുന്നു. എല്ലാത്തിനുമൊടുവിൽ തുറക്കാത്ത KSRTC സമുച്ചയവും ബലക്ഷയമുള്ള ടെർമിനലും മാത്രം ബാക്കി. അഴിമതിയുടെയും കെടുകാര്യസ്ഥതയുടെയും സ്മാരകമാണ് ഈ കെട്ടിടം. കണക്കില്ലാതെ ഒലിച്ചു പോകുന്നതാകട്ടെ സാധാരണക്കാരന്റെ നികുതി പണവും. സർക്കാർ എന്ത് നടപടിയെടുക്കുമെന്നാണ് ചോദ്യം. അഭിലാഷ് പള്ളിക്കരയ്ക്കൊപ്പം അഭിജിത്ത് മുഴക്കുന്ന്, 24 കോഴിക്കോട്. കെട്ടിടത്തിന് ബലക്ഷയമുണ്ട് എന്ന IIT കണ്ടെത്തലിന്റെ മറവിൽ കോടിക്കണക്കിന് രൂപ ലാഭമുണ്ടാക്കിയെന്നാണ് ആരോപണം. അതിനിടെ സർക്കാർ വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിച്ചു. ഈ അന്വേഷണത്തിൽ നിർമ്മാണത്തിന് നേതൃത്വം നൽകിയ ഉദ്യോഗസ്ഥർക്ക് വീഴ്ച പറ്റിയിട്ടുണ്ട് എന്നതാണ് കണ്ടെത്തലായി ഉണ്ടായത്. അഭിജിത്ത് മുഴക്കുന്ന് തത്സമയം. അഭിജിത്ത്, ഇത് പലകുറി വാർത്തകളിൽ നിറഞ്ഞതാണ്. കോടതിയുടെ ഇടപെടൽ വന്നതാണ്, വിജിലൻസ് അന്വേഷണം വന്നു. എന്നാലും വലിയൊരു തലവേദനയായി കെട്ടിട സമുച്ചയം നഗരഹൃദയത്തിൽ ഇങ്ങനെ ഉയർന്നു നിൽക്കുകയാണല്ലേ?
തീർച്ചയായും അനുജ, അക്കാര്യത്തിൽ സംശയമില്ല. കെടുകാര്യസ്ഥതയുടെയും ധൂർത്തിൻ്റെയും ഒക്കെ ഒരു സ്മാരകമാണ് ആ കെട്ടിടം. അതിങ്ങനെ കോഴിക്കോടിൻ്റെ ഹൃദയഭാഗത്ത് 13 നില കെട്ടിടമായി ഇങ്ങനെ നിലനിൽക്കുകയാണ്. അതിൽ ഈ കെട്ടിടം ഒഴിഞ്ഞു കിടക്കുന്നു എന്നതിനോടൊപ്പം തന്നെ മാസം തോറും സർക്കാരിലേക്ക് KTDFCയിലേക്ക് ലഭിക്കേണ്ട ലക്ഷക്കണക്കിന് രൂപ പോലും കിട്ടാതാകുന്ന ഒരവസ്ഥയുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയിൽ ഇപ്പോൾ കേസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതായത് ഇതിൽ സർക്കാരിലേക്ക് 43 ലക്ഷം രൂപ പ്രതിമാസം വാടകയായി നൽകാമെന്നുള്ള കരാറിലാണ് ഇതിൻ്റെ ചുമതല അലിഫ് ബിൽഡേഴ്സ് ഏറ്റെടുക്കുന്നത്. പക്ഷേ പിന്നീട് ഇതിൻ്റെ അറ്റകുറ്റപ്പണികൾ സർക്കാർ പൂർത്തിയാക്കി നൽകണം, KTDFC പൂർത്തിയാക്കി നൽകണമെന്നുള്ളൊരു ആവശ്യം അലിഫ് ബിൽഡേഴ്സ് മുന്നോട്ട് വയ്ക്കുന്നു. പക്ഷേ എഗ്രിമെൻ്റ് പ്രകാരം ഏതവസ്ഥയിലാണോ ഈ കെട്ടിടം ഏറ്റെടുക്കേണ്ടത് അലിഫ് ബിൽഡേഴ്സ്, അതേ അവസ്ഥയിൽ തന്നെ മുന്നോട്ട് പോകണമെന്നും 1 രൂപ പോലും സർക്കാർ മുടക്കില്ല എന്നുള്ളൊരു വാദത്തിൽ KTDFCയും ഉറച്ചു നിൽക്കുന്നു. അങ്ങനെ ഇതിൻ്റെ ഒരു വാദപ്രതിവാദം ഹൈക്കോടതിയിൽ നടന്നു വരുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ ഒരു തുടക്കം, അതായത് 2015 ഏറെ നാളുകൾക്ക് നിർമ്മാണ പ്രവർത്തനങ്ങൾക്കൊടുവിൽ ഇതിൻ്റെ ഉദ്ഘാടനം, ഈ KSRTC ടെർമിനലിൻ്റെ ഉദ്ഘാടനം നടക്കുന്നത്. പക്ഷേ അപ്പോഴും ഇതിൻ്റെ കെട്ടിട സമുച്ചയം ഉദ്ഘാടനം ചെയ്തിരുന്നില്ല. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇതിന് കൃത്യമായ കോർപ്പറേഷൻ്റെ അനുമതി ഉണ്ടായിരുന്നില്ല. അതൊക്കെ പിന്നീട് കണ്ടെത്തലായി വന്നതാണ്, വിജിലൻസിൻ്റെ ഉൾപ്പെടെ കണ്ടെത്തലായി വന്നതാണ്. മതിയായ അനുമതി ഇല്ലാതെയാണ് ഇതിൻ്റെ പ്രവർത്തനം ആരംഭിച്ചത് എന്ന അടക്കമുള്ള ഗുരുതര ആരോപണങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. പിന്നീട് ചെറിയ രീതിയിൽ പ്രവർത്തനം തുടങ്ങി വെച്ചത് മുതലുള്ള പിഴവ്, പിന്നീട് അതിൽ കമ്പനികളുടെ ഇടപെടൽ, ഉദ്യോഗസ്ഥർക്ക് പറ്റുന്ന വീഴ്ച, ഇങ്ങനെ ഒട്ടേറെ വീഴ്ചകളുടെ ഒരു വലിയ ഉദാഹരണമായി ഈ കോംപ്ലക്സ് നിലനിൽക്കുന്നു.